ഞാൻ ഈ കേന്ദ്ര പട്ടികജാതി കമ്മീഷന് പരാതി കൊടുക്കുന്നത് മിനിയാന്ന് 12-ാം തീയതി മാനന്തവാടിയിൽ നിന്ന് ഇലക്ഷൻ്റെ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു പരാതി കൊടുക്കുന്നത്. അത് കിഷോർ മർക്വാജി എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട്, എനിക്കവിടെ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്ന കാരണം ആദ്യം ഫോണിൽ വിളിച്ചിട്ട് പിന്നീട് മെയിൽ ചെയ്തുമാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. ഹാഷ്മിൻ്റെ ഒരു ഒറ്റ ചോദ്യം, ഈ മാനന്തവാടിയിൽ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് മാനന്തവാടിയിൽ നിന്ന് ചുരമിറങ്ങുന്ന പി ശ്യാംരാജിന് തോന്നിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എങ്കിലും നമ്മുടെ കേരളത്തിലെ SC/ST വകുപ്പ് മന്ത്രിക്ക് തോന്നാത്ത എന്താ? ഒരു ചോദ്യമല്ല ഹാഷ്മി, ഒന്ന് ആലോചിക്കണം. എനിക്ക് മനസ്സിലാകുന്നില്ല. നാളെ ഇതുവരെയായിട്ടും ഈ നമ്മുടെ ചെറുപ്പക്കാരൻ്റെ ഒരു മരണമോ കൊലപാതകമോ നടന്നിട്ട് ദിവസം 4 കേരളം ഒട്ടാകെ ചെറുപ്പക്കാരനും കുടുംബത്തിനും ഒപ്പം നിന്നിട്ടും ആ അമ്മയുടെ കണ്ണീര് കാണാൻ വേണ്ടിയിട്ട് പറ്റാതെ TV പോലും ഓഫ് ചെയ്ത് വെക്കുന്ന അവസ്ഥയുണ്ടായിട്ടും കേരളത്തിൻ്റെ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ലെന്നേ. ഒരു നമ്മളൊക്കെ ആണെങ്കിൽ എന്താ, ഈ ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യും? നമ്മൾ ആ വീട്ടിൽ പോകും, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കും. മരിച്ചു പോയത് തന്നെയാണ്, അതിനകത്ത് ആ നഷ്ടം നികത്താനാവുമത്തുമാണ്. പക്ഷേ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു പ്രസൻസ് ഉണ്ടാകേണ്ട കാശ്മീർ. ഇവരൊക്കെ എന്ത് സർക്കാരാണ്? ഇവർക്ക് എന്ത് അധികാരികളാണ്? എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ഒരു SC/ST കമ്മീഷൻ എന്ന് പറഞ്ഞ ആൾ ഈ കേരളത്തിലുണ്ടെന്ന് പറയും. ഇതിനകത്ത് ഒരു ദുഃഖകരമായിട്ട് കാര്യം എന്താ അറിയോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ കേസെടുത്ത് ഇന്നലെ രാവിലെയാണ് അദ്ദേഹം എനിക്ക് വാട്സപ്പിലും അതോടൊപ്പം തന്നെ മെയിലിലും അദ്ദേഹത്തിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലെറ്റർ വിടുന്നത്. അതിനുശേഷമാണ് കേരളത്തിലെ പട്ടികവർഗ കമ്മീഷൻ ഒരു ഉരിയാടാൻ വേണ്ടിയിട്ട് പോയത്. ആ വീട് സന്ദർശിക്കേണ്ട കാശ്മീർ, ആ വീട് സന്ദർശിക്കേണ്ട. ഇവരുടെയൊക്കെ ഇവർ ചെയ്യുന്ന ജോലിയോടോ അല്ലെങ്കിൽ ഇവർ ഇരിക്കുന്ന ആ അധികാര സ്ഥാപനങ്ങളോടോ ഉള്ള ഇവരുടെ കമ്മിറ്റ്മെന്റ് നത്തിങ്, ഒന്നുമില്ല.